നമസ്കാരം. 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 നമ്മളെപ്പോഴും മനുഷ്യരെ ശരിക്കും നമ്മൾ സത്യസന്ധയോടും നല്ല സ്നേഹത്തോടും ഒക്കെ തന്നെയാണ് ഇരിക്കേണ്ടത്, അല്ലേ? അതെ അതെ. ബഹുമാനിക്കാനൊക്കെ പഠിക്കണം എപ്പോഴും. എല്ലാവരും പരസ്പര ബഹുമാനത്തോടെയൊക്കെ വേണം നമ്മൾ ജീവിക്കാൻ. ഞാനത് പഠിച്ച ഒരാളാണ്. അതെ, ഞങ്ങളൊക്കെ അത് തന്നെയാണ്. അപ്പോ താത്ത, പിന്നെ വേറൊരു കേസുണ്ട്. പല ആൾക്കാരും ഈ നമ്മീ പറഞ്ഞ ബഹുമാനവും സ്നേഹവും ഒന്നും പാലിക്കാറില്ല. മര്യാദ പാലിക്കാത്ത ആൾക്കാരുണ്ട്. പല അപവാദങ്ങളും പറഞ്ഞവര് നടക്കാറുണ്ട്. പിന്നെ ഇല്ലേ? പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ചമരുമയൊക്കെ എഴുതി വെക്കുള്ളൂ. നമ്മുടെ എന്തെങ്കിലും പറയാനുള്ള ഇങ്ങനെ പറയേണ്ട കാര്യങ്ങളൊക്കെ എഴുതി പിടിപ്പിച്ചു വെക്കും. അപ്പൊ അത് മാത്രം നോക്കിയാൽ മതി നമ്മള്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല മോളെ. എവിടെയെന്ന് വെച്ചാൽ ട്രെയിനിന്റെ ബാത്റൂമിന്റെ ഉള്ളിലും പല ഭാഗങ്ങളുടെ ഭിത്തിയിലൊക്കെ എഴുതി വെച്ചിരിക്കും. പക്ഷെ ഇപ്പൊ അത് ഫേസ്ബുക്കിലാണ് കൂടുതൽ കണ്ടുവന്നത്. പിന്നെ പിഷാരടി, ഒരാണും പെണ്ണ് സംസാരിച്ചു കഴിഞ്ഞാൽ പരസ്പരം സംസാരിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അത് പ്രേമമാണെന്ന് പറഞ്ഞു വരുത്തും. മനസ്സിലായില്ലേ? ഇപ്പൊ ഇത്താന്ന് ഓർത്ത് നോക്കുമ്പോ നമ്മൾ തമ്മിൽ രണ്ടുപേരും കൂടി സംസാരിച്ച് നമുക്കിടയിൽ വല്ല പ്രേമമുണ്ടാ? എനിക്കങ്ങനെ പ്രേമമൊന്നുമില്ല. പക്ഷെ നിനക്ക് പ്രേമമുണ്ടോന്ന് എനിക്കൊരു സംശയമുണ്ട്. വൃത്തികേട് വേണം. നിങ്ങളോട് സംസാരിക്കുമ്പോ എന്നെ വേണം തല്ലേ. നിനക്ക് വല്ല കൊട്ടേഷൻ കൊടുത്ത് നിന്നെ സ്വയം തെറ്റിക്കടാ. നിങ്ങളുടെ സ്വഭാവത്തിന് നേരെയാക്കും. നിങ്ങളെപ്പോഴുള്ളവരാണ് ഈ നാട്ടിൽ മൊത്തം പറഞ്ഞു വരുത്തി നടക്കുന്നത്. ഒന്നും പറയണ്ട. എനിക്ക് ആ സ്വഭാവമൊന്നുമില്ല. എന്റെ അടുത്ത് വരെ കളിക്കരുത്. അല്ല, ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ. പരസ്പരം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. അത് പറഞ്ഞു മനസ്സിലായിക്കോളൂ വിഷയം. പിടിച്ചോണ്ട് മാറ്റിക്കോ, അല്ലെങ്കിൽ ഞങ്ങൾ കയറി വന്നാൽ നിന്നെ 4000 മടക്കി ചവിട്ടി പിടിക്കണം. എനിക്ക് ദേഷ്യം വന്നിട്ടില്ല. എനിക്ക് ദേഷ്യം വന്നിട്ടില്ല. ഒറ്റ പാട്ട് വെച്ചേരും ഞാൻ. നീ പാടാ. പാടും. ശ്യാമമേഘയായി പ്രേമമെന്ന് നാട്ടിലോരോരോ വാർത്തകൾ. ശ്യാമമേഘയായി പ്രേമമെന്ന് നാട്ടിലോരോരോ വാർത്തകൾ. എൻ്റെ സേവി നീ ന്യൂസ് നാടുനീളെ ചൊല്ലുമോ? ശ്യാമമേഘയായി പ്രേമമെന്ന് നാട്ടിലോരോരോ വാർത്തകൾ. കൂട്ടുകാരൻ പാച്ചുവിൻ്റെ മൂത്ത മോളാ മേഘമോൾ. നാട്ടിലാകെ പേരുകേട്ട നോളജുള്ള ലേഡിയ. കൂട്ടുകാരാം പെൺകൊടികൾ മോഡലാക്കും പെണ്ണവൾ. നിന്റെ ഭാര്യ കണ്ടവന്റെ കൂടെ ഓടി പോയ സ്റ്റോറി നാട്ടിലെന്നും വാർത്തയായി. വല്ലവന്റെ കാര്യമോർത്ത് കീർത്തി നേടാൻ ആർത്തിയോ. സീസൺ 4 ഏറ്റവും പുതിയ എപ്പിസോഡുകൾ മറക്കാതെ ഓൺലൈനിൽ കാണാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. രമേശ് പിഷാരടി എന്റർടൈൻമെന്റ്സ് on YouTube.